അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെയും ഒരുപോലെ നിശ്ചലമാക്കുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. സമാധാന ഉടമ്പടിയുടെ നിബന്ധനകൾ തന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ആ രാജ്യത്തിന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം അഴിച്ചുവിടുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ കളി അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മുൻധാരണകളുടെയും ചർച്ചകളുടെയും പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിതവും ആക്രോശഭരിതവുമായ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻപ് ഒപ്പുവെച്ച ധാരണകളിൽ പലതിനും ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നുവെങ്കിലും അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കർശനമായ സമാധാന വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ അവർക്കുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ കടുത്ത ഭീഷണികളോട് പ്രതികരിക്കാൻ ഇറാൻ ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രാജ്യം കടന്നു പോകുന്നത് അങ്ങേയറ്റം വൈകാരികവും സങ്കീർണവുമായ ഒരു ആഭ്യന്തര സാഹചര്യത്തിലൂടെയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്നുള്ള വിലാപയാത്രകളിലും ഔദ്യോഗിക ചടങ്ങുകളിലും സംസ്കാര ശുശ്രൂഷകളിലുമാണ് നിലവിൽ ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദേശീയ നേതാവിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ഉരുക്കി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരമൊരു കടുത്ത സൈനിക ഭീഷണി ഉയർത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ശൂന്യതയുടെയും പരിവർത്തനത്തിന്റെയും ഘട്ടത്തെയാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് നേരിടുന്ന തന്ത്രപരമായ സമ്മർദ്ദം ഇറാന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെയും നയതന്ത്ര നീക്കങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഈ വലിയ ആഗോള വികാസങ്ങളെയും അതിന് പിന്നിലെ ആഴത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെയും മുൻനിർത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റിഫാത്ത് ജാവേദ് നടത്തുന്ന നിരീക്ഷണങ്ങളും മൂർച്ചയേറിയ വ്യാഖ്യാനങ്ങളും ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലെന്നും അത് ആഗോള ക്രമത്തെ തുടർച്ചയായി ബാധിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിഫാത്ത് ജാവേദിന്റെ വിലയിരുത്തൽ പ്രകാരം ഖമേനിയുടെ മരണത്തോടെ ഇറാനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേതൃമാറ്റത്തെയും താൽക്കാലിക ബലഹീനതയെയും കൃത്യമായി ചൂഷണം ചെയ്യാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. പരമോന്നത നേതാവിന്റെ വിയോഗം ഇറാന്റെ ഭരണ സംവിധാനത്തിലും സൈനിക തീരുമാനങ്ങളിലും ഒരു താൽക്കാലിക മന്ദത ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സമാധാന കരാറിന്റെ നിബന്ധനകൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് സൂചനകൾ. ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക, മിഡിൽ ഈസ്റ്റിലെ മറ്റു സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ പിൻവലിക്കുക തുടങ്ങിയ കടുത്ത ആവശ്യങ്ങളായിരിക്കാം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. ട്രംപിന്റെ ഈ കടുത്ത നിലപാട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിനുള്ള സാധ്യതകളാണ് തുറന്നുവിടുന്നത്. മേഖലയിൽ ഇതിനകം തന്നെ നിലനിൽക്കുന്ന അസ്ഥിരതയും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള നിഴൽ യുദ്ധങ്ങളും ഈ പുതിയ നീക്കത്തോടെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും മിസൈൽ വ്യോമ ആക്രമണങ്ങളിലേക്ക് കടന്നാൽ അതിനോട് ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് മിഡിൽ ഈസ്റ്റിനെ ആകെ ഭീതിയിലാഴ്ത്തുന്ന കാര്യമാണ്. റിഫാത്ത് ജാവേദ് തന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം ട്രംപിന്റെ ഈ ഫിനിഷ് ദി ജോബ് പ്രസ്താവന അദ്ദേഹത്തിന്റെ കടുത്ത വലതുപക്ഷ അനുകൂലികൾക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണെന്നാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്റെ കരുത്ത് തെളിയിക്കാനും വിദേശ നയങ്ങളിൽ താൻ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണെന്ന് വരുത്തി തീർക്കാനും ട്രംപ് എപ്പോഴും ഇത്തരം ആക്രമണാത്മക ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്. ഇറാൻ ഭരണകൂടം ഔദ്യോഗിക ദുഃഖാചരണത്തിന് ശേഷം ഈ ഭീഷണിയോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയം. മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന പാരമ്പര്യമല്ല ഇറാന്റേത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള ശക്തികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചർച്ചകളിലൂടെയും നയതന്ത്ര ഉടമ്പടികളിലൂടെയും മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായി സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഈ യുദ്ധപ്രഖ്യാപന ശൈലി വൻ തിരിച്ചടിയാണ്. വരും മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിഫാത്ത് ജാവേദ് തന്റെ വ്യാഖ്യാനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ഈ നയതന്ത്ര ചതുരംഗ കളിയിൽ ആര് ആദ്യത്തെ നീക്കം നടത്തുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ലോകത്തിന്റെ സമാധാനം നിലനിൽക്കുന്നത്.
ഖമേനിയുടെ വിലാപയാത്രകൾ അവസാനിച്ചാൽ ഉടൻ തന്നെ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിൽ ചേർന്ന് അമേരിക്കയുടെ ഭീഷണിക്കെതിരെയുള്ള തങ്ങളുടെ തന്ത്രങ്ങൾക്ക് രൂപം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു കരാറിൽ ഒപ്പുവെക്കണോ അതോ സൈനികമായ തിരിച്ചടികൾക്ക് തയ്യാറെടുക്കണോ എന്ന വലിപ്പമേറിയ ചോദ്യമാണ് ഇറാന് മുന്നിലുള്ളത്. എന്തായാലും മിഡിൽ ഈസ്റ്റ് മറ്റൊരു സ്ഫോടനാത്മകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നുണ്ട്.